കൊച്ചിയിലേക്കാണ് പോകുന്നത്. കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകർ അറസ്റ്റിലായിരിക്കുന്നു. പ്രമുഖ സിനിമാ സംവിധായകരാണ് ഇത്തവണ കുടുങ്ങിയിരിക്കുന്നത് എന്നതാണ് പ്രത്യേകത. സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരെയാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. ഒപ്പമുണ്ടായിരുന്ന ഖാലിദ് മുഹമ്മദ് എന്നയാളെയും എക്സൈസ് അറസ്റ്റ് ചെയ്തു. കേസിൽ ഛായാഗ്രാഹകൻ സമീർ താഹിറിനെ എക്സൈസ് ചോദ്യം ചെയ്യും. സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ വെച്ചാണ് ലഹരി ഉപയോഗിച്ച സാഹചര്യത്തിലാണ് ഈ തീരുമാനം. ഇവരെ പിടികൂടിയത് സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നാണെന്ന പ്രത്യേകതയുമുണ്ട്. എറണാകുളം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന് കിട്ടിയ രഹസ്യവിവരത്തെ തുടർന്ന് ഗോശ്രീ പാർക്കിന് സമീപമുള്ള പൂർവ്വ ഗ്രാൻഡ് ബേ എന്ന ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ രണ്ട് സിനിമാ സംവിധായകരടക്കം 3 പേരെ ഞങ്ങൾ കഞ്ചാവുമായിട്ട് പിടികൂടിയിട്ടുണ്ട്. അവരെ ജാമ്യം കിട്ടുന്ന കേസായാലും അവരെ വൈദ്യപരിശോധന നടത്തി ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജാമ്യത്തിൽ വിട്ടിട്ടുള്ളതാണ്. ഇവർക്ക് ആരാണ് സാധനം കൂടുതൽ സംബന്ധിച്ച് സൂചന കിട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റി വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകും. ഇതാണ് എക്സൈസിന്റെ വിശദീകരണം. എന്തായാലും മലയാള സിനിമയെ കുറേ നാളുകളായി കുടുക്കുന്നതാണ് ലഹരി ഉപയോഗം. അത് പ്രമുഖ സംവിധായകർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്നതായിരുന്നു. അടുത്തിടെ പിടിയിലായ ചില പ്രധാനപ്പെട്ട ആരോപണ വിധേയനായ ചില പ്രധാന നടന്മാർ ഉന്നയിച്ചത് തങ്ങൾ മാത്രമല്ല മറ്റും പല പ്രമുഖരുമുണ്ട് എന്നതാണ്. എന്തായാലും അത് ശരിവെക്കുന്നതാണ് ഈ നീക്കം. എന്തായാലും പ്രമുഖ സിനിമകളുടെ പ്രധാനപ്പെട്ട സംവിധായകർ തന്നെ പിടിയിലാകുന്ന സാഹചര്യം ഇതാദ്യമായിട്ടാണ്. ഇത്ര പ്രധാനികൾ എക്സൈസിന്റെ പിടിയിലേക്ക് വരുന്നത്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ഒപ്പം തന്നെ ഹരികൃഷ്ണനുമുണ്ട്. മലയാള സിനിമയിലെ സാഹചര്യങ്ങൾ ആദ്യം ആജ്ഞയിലേക്ക്. ആജ്ഞ, എന്താണ് ഈ എക്സൈസിന്റെ വിശദീകരണം കേട്ടു? ഇതുമായി ബന്ധപ്പെട്ട് എക്സൈസ് എന്ത് തരം റെയ്ഡാണ് സംഘടിപ്പിച്ചത്? അതിന്റെ തുടർ നീക്കങ്ങളിൽ എങ്ങനെയാണ് ഇവരെ കുടുക്കാൻ കഴിഞ്ഞത്? എന്തായിരുന്നു ഈ അന്വേഷണ സംഘത്തിന്റെ ഈ ഒരു നാടകീയ നീക്കങ്ങൾ? ഇപ്പോഴത്തെ സാഹചര്യം വിശദമാക്കും. സജിത്ത്, എറണാകുളത്ത് എക്സൈസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും പിടിയിലാകുന്നത്. ഇവർ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് സമീർ താഹിർ എന്ന ഛായാഗ്രാഹകന്റെ ഫ്ളാറ്റിൽ എത്തുന്നത്. അതേസമയം 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരുടെ കയ്യിൽ നിന്ന് പിടികൂടിയത്. പിടികൂടിയ കഞ്ചാവിന്റെ അളവ് വളരെ കുറവാണെങ്കിൽ പോലും അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല എന്നാണ് സിനിമാ മേഖലയുള്ളത് എന്നാണ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ നമ്മളോട് പറഞ്ഞത്. അങ്ങേയറ്റം നിർഭാഗ്യകരമാണ് ഇത്തരത്തിലുള്ള സിനിമ, അതായത് ഇവർ തന്നെ മാതൃകയാകേണ്ടതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പ്രമുഖ സംവിധായകരാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ളത്. അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇവരുടെ കൈവശം വെച്ചിരുന്ന കഞ്ചാവിന്റെ അളവ് വളരെ കുറവായതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. എന്നിരുന്നാൽ പോലും ഇത്തരം നീക്കത്തെ, ഇത്തരം അനുഭവത്തെ ഗൌരവതരമായാണ് കാണുന്നത് എന്ന് തന്നെയാണ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ മജുറ്റിയും ന്യൂസ് 8നോട് പ്രതികരിച്ചത്. അങ്ങനെയാണ്. എന്തായാലും ഈ സമീർ താഹിറിനെ ചോദ്യം ചെയ്യും വരുന്ന ദിവസങ്ങളിൽ. അതുപോലെ തന്നെ ഇവരുടെ വൈദ്യപരിശോധന റിപ്പോർട്ട് എന്തായാലും പോലീസിനും എക്സൈസിനും കൃത്യമായ നിരീക്ഷണത്തിലായിരുന്നു ഈ സിനിമാ മേഖലയിലെ പല പ്രമുഖരും. അതിന്റെ ഒടുവിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് നടക്കുന്നത്. ഹരികൃഷ്ണൻ ചേരുന്നു. ഹരി, സിനിമാ മേഖലയിലെ പല ഇടപാടിലും ഇത് സംവിധായകർ തന്നെ വേണം ഇത്തരം നടന്മാരെ വിലക്കാൻ എന്ന രീതി, എന്ന നിർദ്ദേശം പൊതുവിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കാരണം സിനിമാ മേഖലയിൽ നിന്ന് ലഹരി ഒഴിവാക്കാൻ ഏറ്റവും നല്ല മാർഗം ആ മേഖലയിലുള്ളവർ തന്നെ വിചാരിക്കുകയാണ് എന്നതാണ് മന്ത്രിയൊക്കെ നേരത്തെ പ്രതികരിച്ചത്. സമാന രീതിയിൽ സംഭവിക്കുന്നു ഇപ്പോൾ. പക്ഷേ സിനിമയിൽ നിന്ന് വിലക്കേണ്ട സംവിധായകർ തന്നെ ഈ കഞ്ചാവുമായി പിടിയിലാകുന്നു എന്ന് പറയുമ്പോൾ എത്ര വലിയ രൂക്ഷതയുള്ള ഒരു പ്രതിസന്ധിയാണ് ഇതെന്നുകൂടിയാണ് വ്യക്തമാവുന്നത്. എന്താണ് ഇതിന്റെ സാഹചര്യം? സിനിമാ മേഖല എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? ഹരി, സ്ഥലത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനോടകം തന്നെ പറയട്ടെ. ഫെഫ്ക സംവിധായകനെയും, അതായത് സംവിധായകൻ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന നടപടിയും കൂടി എത്തിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് പ്രസിഡന്റ് സിബി മലയിൽ, ഫെഫ്കയുടെ പ്രസിഡന്റായ സിബി മലയിൽ നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കേസ് ഗൗരവമായി കാണുന്നുവെന്നും നടപടിയെടുക്കുന്നതിൽ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല എന്നായിരുന്നു ഫെഫ്കയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ ഈ 2 സംവിധായകരെയും, അതായത് ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഫെഫ്ക എന്നുള്ള നടപടിയും കൂടി ഫെഫ്ക എടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഫ്ളാറ്റിൽ നിന്ന്, അതായത് ഛായാഗ്രാഹകനായ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നും ആണ് ഈ ലഹരി അർദ്ധരാത്രി 2 മണിയോടെ പിടികൂടുന്നത് ഛായാഗ്രാഹകനെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത് സ്ഥിരമായി ഈ ഫ്ളാറ്റിൽ ഇവർ ഒത്തുകൂടാറുണ്ടെന്നും ഇത് സംഭവിക്കാറുണ്ട്, ഈ കഞ്ചാവ് ഇവർ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളൊരു നടപടിയും കൂടിയാണ് എക്സൈസും അന്വേഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സിനിമാ മേഖലയിൽ സംഭവിക്കുന്ന ഈ ലഹരി ഉപയോഗം, നേരത്തെ ഷൈൻ ടോം ചാക്കോനെ അറസ്റ്റ് ചെയ്ത സമയത്തും അദ്ദേഹം പറഞ്ഞിരുന്നത് എന്നെയും മറ്റൊരു നടനെയും മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത്, പക്ഷേ ഈ സിനിമ
സിനിമാ മേഖലയിൽ വലിയ താരങ്ങളുണ്ട്, ഇത് ഉപയോഗിക്കുന്ന വലിയ ചലച്ചിത്ര പ്രവർത്തകരുണ്ട്, അവരിലേക്കും അന്വേഷണം എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് ഷൈൻ ടോം ചാക്കോ പറയുകയും ചെയ്തിരുന്നു. അതിലേറ്റവും ഒടുവിലാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുടെ സംവിധായകനായ ഖാലിദ് റഹ്മാനെ അറസ്റ്റ് ചെയ്യുന്നത്, ജാമ്യത്തിൽ വിടുകയും ചെയ്തു. 1.6 ഗ്രാം ആയതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും ഈ ലഹരി ഉപയോഗം സിനിമാ മേഖലയിൽ വലിയ തോതിൽ ഉയരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാരണം ഇതൊരു വലിയ സംഭവം തന്നെയാണ് സജിത്ത്. മലയാള സിനിമയിലെ ഏറ്റവും പ്രമുഖരായ 2 സംവിധായകർ, അഷ്റഫ് ഹംസ സംവിധാനം ചെയ്ത 2 സിനിമകൾ ആവട്ടെ, രണ്ടും വലിയ വിജയമായിരുന്നു. ഏറ്റവും അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമ ഭീമന്റെ വഴി, കുഞ്ചാക്കോ ബോബനായിരുന്നു അതിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നത്. ആ സിനിമ തിയേറ്ററിൽ വലിയ വിജയമായിരുന്നു. ഖാലിദ് റഹ്മാൻ ആയിക്കോട്ടെ, അനുരാഗ് കരിക്കിൻ വെള്ളം എന്ന സിനിമയിൽ നിന്ന് തുടങ്ങി ഏറ്റവും ഒടുവിൽ മമ്മൂട്ടിയുമായി ഒരു സിനിമ സംവിധാനം ചെയ്തിരുന്നു. അതിന് പിന്നാലെ ലവ് എന്ന ചിത്രം എത്തുന്നു. അതിന് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ നസ്ലൻ നായകനായ ആലപ്പുഴ ജിംഖാന എന്ന ചിത്രവും ഇപ്പോൾ തിയേറ്ററുകളിൽ വലിയ രീതിയിൽ പ്രദർശനം തുടരുന്നത്. ആ സിനിമയുടെ സംവിധായകൻ കൂടിയാണ് ഖാലിദ് റഹ്മാൻ. അങ്ങനെ ഈ സിനിമാ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധായകരിൽ ഒരാൾ, നിലവിലത്തെ സിനിമാ മേഖലയിലത്തെ സാഹചര്യത്തിൽ വളരെ പ്രധാനിയായ ഒരു സംവിധായകൻ, ആ സംവിധായകനെ പിടികൂടുമ്പോഴേക്കും ഇതിന്റെ കണ്ണികൾ, അല്ലെങ്കിൽ ഇത് എത്രമാത്രം വലിയൊരു ശൃംഖലയാണ് മലയാള സിനിമയിലേക്ക് എന്ന് പോകുന്നത് എന്നുള്ളത് നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. ചലച്ചിത്ര പ്രവർത്തകരിലേക്ക്, പ്രത്യേകിച്ച് അണിയറ പ്രവർത്തകരിലുള്ളവരിലേക്കും ഈ കഞ്ചാവ് എത്രമാത്രമാണ് ഉപയോഗപ്പെടുന്നത്, അല്ലെങ്കിൽ സിനിമാ സെറ്റുകളിൽ എത്രമാത്രം ഇത് ഉപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വലിയ ചോദ്യവും കൂടെ നിൽക്കുകയാണ്. കാരണം ഒരു സെറ്റിൽ നിന്ന് മാത്രമല്ല, ഇത് രണ്ട് വ്യത്യസ്ത സംവിധായകരാണ്. അപ്പോൾ ഈ 2 സംവിധായകരുടെ സെറ്റിൽ എന്തായാലും കഞ്ചാവ് ഉപയോഗം ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഛായാഗ്രഹനായ, നമ്മൾ ഓരോരുത്തരുടെ കാര്യം എടുത്തു പറയുമ്പോൾ പോലും അതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം ഈ മൂവരെയും അറസ്റ്റ് ചെയ്യുമ്പോഴേക്കും, പ്രത്യേകിച്ച് ഇപ്പൊ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ പോലും എത്തി നിൽക്കുമ്പോൾ പോലും ഈ പല സെറ്റുകളിൽ വർക്ക് ചെയ്യുന്നവരാണ് ഇവരെല്ലാവരും എന്നൊരു കാര്യവും കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിൽ നിലവിലത്തെ സാഹചര്യത്തിൽ എത്രമാത്രമാണ് സിനിമാ മേഖലയിലെ സെറ്റുകളിൽ, സമീർ താഹിർ എന്നൊരു ഛായാഗ്രഹകൻ, വളരെ ഇപ്പോഴത്തെ മലയാള സിനിമയിൽ സമീർ താഹിറിന്റെ ഛായാഗ്രഹണം വളരെ പല സിനിമകളിലും അദ്ദേഹം പ്രധാനപ്പെട്ടൊരു കൈകാര്യം ചെയ്യുന്നതാണ്, അദ്ദേഹത്തിന്റെ സിനിമാറ്റോഗ്രഫി. അപ്പോൾ അതെല്ലാം എടുത്തു നോക്കുമ്പോഴേക്കും സിനിമാ മേഖലയിൽ വലിയ തോതിൽ പല സെറ്റുകളിലേക്കും ഇത് വ്യാപിപ്പിക്കുന്നു എന്നൊരു ആശങ്കയും കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രി 2 മണിക്ക് സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നും മൂവരെയും പിടികൂടുന്നത്. മറ്റൊരു ആള് ഷാലിഫ് മുഹമ്മദിനെയും പിടികൂടുകയും ചെയ്തു. അപ്പോൾ സിനിമാ മേഖലയിൽ ഇത് വ്യാപിച്ചു കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഖാലിദ് റഹ്മാന്റെ ഈ ഒരു അറസ്റ്റ്, സംവിധായകനായ ഖാലിദ് റഹ്മാനെ പിടികൂടുമ്പോഴേക്കും ഇത് എത്രമാത്രം അണിയറ പ്രവർത്തകരിലേക്ക് ഇത് നീളുന്നുണ്ട് എന്നൊരു ചോദ്യം ഖാലിദ് റഹ്മാന്റെ സെറ്റിൽ ഒരു സംശയം നിൽക്കുകയാണ്. ഉറപ്പായും അദ്ദേഹത്തിന്റെ സെറ്റുകളായ ആലപ്പുഴ ജിംഖാനയും അതിനു മുന്നേ ഉള്ള സിനിമകളിലുമൊക്കെ തന്നെ സിനിമാ സെറ്റുകളിലേക്കും അന്വേഷണം നീളേണ്ട ഒരു പശ്ചാത്തലവും കൂടി നിലനിൽക്കുന്നുണ്ട്. ആ സെറ്റുകളിൽ എങ്ങനെയായിരുന്നു പ്രവർത്തനം നടന്നിരുന്നത്, അത് ലഹരിമുക്ത സെറ്റായിരുന്നു എന്നുള്ള അന്വേഷണങ്ങളൊക്കെ വരേണ്ട ഒരു സാഹചര്യവും കൂടിയുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഫെഫ്കയുടെ ഈ ഒരു നിലപാടും കൂടി എടുത്തിരിക്കുന്നത്. ഫെഫ്കയുടെ നടപടി പ്രകാരം ഈ 2 സംവിധായകരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതിന് വലിപ്പച്ചെറുപ്പത്തിന്റെ ആവശ്യമില്ല. അത് ഏത് വ്യക്തിയായാലും അത് ലഹരിമുക്തമായിരിക്കണം, സിനിമാ മേഖല ലഹരിമുക്തമായിരിക്കണം എന്നുള്ള ഫെഫ്കയുടെ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ സിബി മലയിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഈ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു. 2 സംവിധായകരെയും സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരമായി നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു എങ്കിൽ പോലും സിനിമാ മേഖലയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ലഹരി ഇത് എങ്ങോട്ടൊക്കെയാണ് പടർന്നിരിക്കുന്നത്, ഏതൊക്കെ സെറ്റുകളിൽ ഇതുമായി സംബന്ധിച്ചുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായ അന്വേഷണം നേരിടേണ്ടി വരേണ്ടതുണ്ട് എന്നുള്ളതും കൂടി പറയണം. കാരണം ഏറ്റവും ഒടുവിൽ സൂത്രവാക്യം എന്ന സെറ്റിൽ വെച്ച് നടിയായ വിൻസി അലോഷ്യസ് പറഞ്ഞ ഒരു ആരോപണം, പ്രത്യേകിച്ച് അത് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഉയർത്തിയ ആരോപണം പോലും ഈ മലയാള സിനിമയിൽ പടർന്നു പിടിച്ചിരിക്കുന്ന ലഹരിയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുമ്പോൾ എത്രയെത്ര സിനിമാ സെറ്റുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗം നടക്കുന്നുണ്ട്, ഇത് കൃത്യമായി ഓഡിറ്റ് ചെയ്യാൻ ആളുണ്ടോ, അല്ലെങ്കിൽ സിനിമാ സെറ്റുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ആർക്കും വളരെ എളുപ്പത്തിൽ ലഹരി കടത്താൻ കഴിയുന്ന ഒരു സെറ്റുകളായി മാറുകയാണോ സിനിമാ മേഖല, പ്രത്യേകിച്ച് മലയാള സിനിമാ മേഖല എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം കിട്ടേണ്ടതുണ്ട്. അതിൽ പ്രധാനിയായ ഒരു സംവിധായകൻ, മലയാള സിനിമയിൽ ഇപ്പോൾ തന്നെ ഏറ്റവും മോസ്റ്റ് വാല്യൂഡ് ഡയറക്ടറായിട്ട് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു സംവിധായകൻ തന്നെയാണ് ഖാലിദ് റഹ്മാൻ. അതേ ഖാലിദ് റഹ്മാൻ ഇപ്പോൾ വളരെയധികം, അദ്ദേഹത്തിന്റെ ഒരു സിനിമ സൈൻ ചെയ്യണമെങ്കിൽ പോലും അതിൻ്റെതായ പ്രോസസ്സുകളുണ്ട്. വളരെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു സംവിധായകൻ കൂടിയാണ് ഖാലിദ് റഹ്മാൻ. അപ്പോൾ ആ ഒരു സംവിധായകനെ തന്നെ പിടികൂടുമ്പോഴേക്കും അതിൽ എത്രമാത്രം അദ്ദേഹത്തിന്റെ സെറ്റുകളിലേക്ക് ചോദ്യം വരും. പ്രത്യേകിച്ച് ആലപ്പുഴ ജിംഖാന പോലുള്ള സെറ്റുകളിലൊക്കെ അതൊരു സ്പോർട്സ് ജോണറിൽ വരുന്ന ഒരു സിനിമയാണ്. ആ സെറ്റുകളിലേക്കും ചോദ്യം വരും. ആ സെറ്റ് പ്രത്യേകിച്ച് അതിന്റെ ഷൂട്ടിംഗ് സമയത്തൊക്കെ തന്നെ ഈ ലഹരിമുക്തമായിരുന്നു എന്നുള്ളൊരു ചോദ്യവും വളരെ പ്രസക്തമാണ്. അങ്ങനെ ഒരുപാട്
തരത്തിൽ ഇതിന്റെ സംശയങ്ങൾ നിൽക്കുന്നുണ്ട്. ഇതേ സിനിമയിൽ ഷൈൻ ടോം ചാക്കോയും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആലപ്പുഴ ജിംഖാന എന്ന സിനിമയിൽ തന്നെ. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ വളരെയധികം രീതിയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു ഫ്ളാറ്റിൽ നിന്ന് പിടികൂടി എന്നുള്ള ഒരു കേസിൽ മാത്രം ഒത്തുപോകാതെ ഇത് പല രീതിയിലേക്കും ഈ ചോദ്യങ്ങൾ വ്യാപിക്കേണ്ടതുണ്ട്. പല സംശയങ്ങൾക്കുമുള്ള ഉത്തരം കിട്ടേണ്ട ഒരു പശ്ചാത്തലവും കൂടി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മലയാള സിനിമയിലെ തന്നെ പ്രധാനപ്പെട്ട സംവിധായകൻ, അതോടൊപ്പം തന്നെ അഷ്റഫ് ഹംസ എന്ന സംവിധായകനും 2 സിനിമയെ സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 2 സൂപ്പർ ഹിറ്റുകളായിരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട 2 പേരെ, മലയാള സിനിമയിലെ തന്നെ പ്രധാനപ്പെട്ട 2 സംവിധായകരെ പിടികൂടുമ്പോഴേക്കും ഇത് എത്ര അണിയറ പ്രവർത്തകരിൽ ഉൾപ്പെടെ ചോദ്യങ്ങൾ പോകേണ്ടി വരും. അതോടൊപ്പം തന്നെ ഇവരുടെ സഹപ്രവർത്തകരിലേക്കും ഈ ചോദ്യം എന്തായാലും പോകും. കാരണം ഖാലിദ് റഹ്മാന്റെ സംവിധാന സഹായികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടെക്നീഷ്യൻ ടീമുകളിലേക്കും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ, സംശയങ്ങൾ എല്ലാം തന്നെ അന്വേഷണം വ്യാപിപ്പിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഇദ്ദേഹത്തിന്റെ സെറ്റിൽ സംവിധായകൻ, ഇപ്പോൾ സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നടന്മാരെ നിയന്ത്രിക്കേണ്ടത് സംവിധായകരാണ്, ലഹരി ഉപയോഗം സെറ്റിൽ വരുത്തരുത് എന്ന് തീരുമാനിക്കേണ്ടത് സംവിധായകരാണ്. അതേ സംവിധായകരുടെ സെറ്റിൽ അതേ സംവിധായകർ തന്നെ ലഹരിയുമായി പിടിക്കപ്പെടുമ്പോൾ ആ സെറ്റിൽ എത്രമാത്രം ലഹരി ഉപയോഗം ഉണ്ടാകും എന്നുള്ള സാമാന്യമായ ചോദ്യത്തിനും ഒരു മറുപടി ലഭിക്കേണ്ടതുണ്ട് എന്നൊരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്. സജിത്ത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും എക്സൈസ് സമീർ താഹിറിനെ ചോദ്യം ചെയ്യുന്ന കാര്യം സ്ഥിരീകരിക്കുന്നു. കാരണം സമീർ താഹിറിൻ്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഇതുവരെ സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗമുണ്ട് എന്നത് ചിലരിൽ മാത്രം നിൽക്കുന്ന ഒരു ആക്ഷേപമാണെങ്കിൽ ഇതിപ്പോൾ അതല്ല. ഇത് സിനിമാ മേഖല ഒട്ടാകെ തന്നെ ഇതിന് മറുപടി പറയേണ്ടി വരും. കാരണം പ്രമുഖ സിനിമയുടെ ഇപ്പോൾ തിയേറ്ററിൽ വലിയ രീതിയിൽ മികച്ച പ്രതികരണവുമായി പോകുന്ന പല പ്രധാന സിനിമകളുടെയും സംവിധായകർ തന്നെയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് എന്ന സാഹചര്യമുണ്ട്. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പ്രതികരണം കൂടി കേൾക്കാം. ഹൈബ്രിഡ് ഗഞ്ചാവ് എവിടെ നിന്നാണ് വന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ റൂം ഉപയോഗിച്ച് മറ്റൊരാളുടെ റൂമായിരുന്നു അത്. അദ്ദേഹത്തെ വിളിച്ചിട്ട് നമ്മൾ ചോദ്യം ചെയ്യുന്നുണ്ട്. ഉപയോഗിച്ച സാഹചര്യത്തിലാണ് നമുക്ക് അവരെ പിടിക്കാൻ പറ്റിയത്. കാരണം ആ സമയത്ത് നമുക്കൊരു 1.632 ഗ്രാം ഹൈബ്രിഡ് ഗഞ്ചാവും കിട്ടി. പിന്നെ അവർ ഉപയോഗിക്കുന്ന ഈ ഗഞ്ചാവ് വലിക്കാൻ ഉപയോഗിക്കുന്ന ബോങ് എന്നുള്ളൊരു അതും, പിന്നെ കഷ് ചെയ്യുന്നൊരു മെഷീനുണ്ട്, അതും കൂടെയാണ് ഉൾപ്പെടെയാണ് ഇവരെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നത്. അത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ നിയന്ത്രിക്കേണ്ട ആൾക്കാരാണല്ലോ അവർ തന്നെ ഇതിലേക്ക് ഇത് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇതിന് ഉപയോഗിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക എന്നൊക്കെ പറയുമ്പം അത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണത്. അതെ, അതാണ് സാഹചര്യം. ഏറെ ദൗർഭാഗ്യകരമാണ്. സിനിമയിലെ ഏറ്റവും പ്രധാനികളിലേക്ക് തന്നെ ഇത് എത്തിയെന്നതും അവർ ഉപയോഗിക്കുന്നു എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വരുന്നത് ഒരുപക്ഷേ മലയാള സിനിമയിൽ ഇതുവരെ ഉണ്ടാവാത്ത വലിയ തരത്തിലുള്ള ആക്ഷേപം കൂടിയായി മാറുകയാണ്.